ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലത്തെ ഒരു ദിവസമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇന്നൊരു ഫ്രഷ് ഡേ ആയിരുന്നു. രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റു. അപ്പോൾ ചായയൊക്കെ വെച്ചു. ഇത് ദോശയ്ക്ക് വേണ്ടി രാത്രി അരച്ച് വെച്ച മാവാണ്. നന്നായിട്ട് പൊളിച്ച് പൊങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് വാങ്ങിയ സ്നാക്സ് ആയിരുന്നു, ബേക്കറി ഐറ്റംസ്. അതൊന്നും എടുത്തു വെച്ചില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ ബോക്സിലൊക്കെ എടുത്ത് വെക്കുകയെന്ന്. ഇതെൻ്റെ ഫേവറേറ്റ് ക്യാപ്സിക്കം നുറുക്ക്, പിന്നെ എൻ്റെ ടൊമാറ്റോ നുറുക്ക്. ഇതൊക്കെ നമ്മളെ തളിപ്പറമ്പ് ടൗണിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നത്. നല്ല ഫ്രഷ് ഐറ്റംസ് അവിടെ കിട്ടും. പിന്നെ ഇതൊരു ബിസ്ക്കറ്റാണ്, അതിൻ്റെ ഉള്ളിൽ ഒരു കടലൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റാണ്, ഒരു പേടൻ്റെ ടേസ്റ്റാണ്. പിന്നെ ഇത് നമ്മൾ വെട്ട് കേക്ക്, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ 2 ബിസ്ക്കറ്റ്. ഞാൻ കഴിക്കില്ല ബിസ്ക്കറ്റ്, പക്ഷെ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കും. അങ്ങനെ എല്ലാം ഒരുമിച്ച് കൊടുക്കില്ല കേട്ടോ, ഇങ്ങനെ കുറച്ചേ കൊടുക്കൂ. ബേക്കറി അത്ര നല്ലതല്ലല്ലോ, പക്ഷെ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഒരു വിഷമമാണ്. അതുകൊണ്ട് അങ്ങനെ കുറച്ചായിട്ടേ കൊടുക്കുള്ളൂ. ഇത് രാവിലെ സാമ്പാറിനുള്ള പരിപാടിയാണ്. ദോശയ്ക്ക് വേണ്ടിയിട്ട് സാമ്പാറാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വീട് ക്ലീനിങ്ങും പരിപാടികൾക്കൊക്കെ പോയി. അങ്ങനെ അടിക്കലും തുടക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ചു വീട്ടിനൊരു പോസിറ്റീവ് എനർജി വരട്ടെ. അങ്ങനെ ഞാൻ ഊതിൻ്റെയൊക്കെ ബോക്സ് എടുത്തു. അതിൽ നിന്ന് കുറച്ച് ചന്ദനത്തിരിയൊക്കെ എടുത്ത് കത്തിച്ചു. കത്തിക്കാൻ പറ്റുന്നില്ല, ലൈറ്ററിൽ ഗ്യാസ് കുറവായിരുന്നു. അതങ്ങനെയൊക്കെ കത്തിച്ചു. അതിൽ ഗ്യാസ് ഫില്ല് ചെയ്യാനുണ്ട്. എനിക്കത് ഫില്ല് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ പണിക്ക് നിന്നില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് കത്തിച്ചു. അതാകുമ്പോൾ നമ്മൾ നെഗറ്റീവ് എനർജിയൊക്കെ അങ്ങ് പോയി പോസിറ്റീവ് എനർജി ഒന്ന് വരട്ടെ, അത് വിചാരിച്ചിട്ടാണ്. അങ്ങനെ വീട്ടിലൊക്കെ മൊത്തം ഒന്ന് ചുറ്റിച്ചു. നല്ല മണമായിരുന്നു, എനിക്കിഷ്ടമാണ് ഇതിൻ്റെ മണം. വീട്ടിൽ നമ്മളിങ്ങനെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് പുകയിപ്പിച്ചാൽ നമുക്ക് തന്നെ തോന്നും, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീല് തോന്നും. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ഡ്രസ്സ് ഫോൾഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഫോൾഡിങ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. എനിക്കിഷ്ടേ അല്ല ഈ ഡ്രസ്സ് ഫോൾഡ് ചെയ്യലെടുത്ത് വെക്കലെല്ലാം. പിന്നെ വേറെ ആരും ചെയ്യാനില്ലല്ലോ, ഞാൻ തന്നെ ചെയ്യേണ്ട എൻ്റെ പണികൾ. പണ്ടൊക്കെ എന്ത് സുഖമല്ലേ, ഒന്നും ചിന്തിക്കണ്ടേനും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് ഓരോന്ന് ചിന്തിച്ച് ഓരോ പണികൾ അങ്ങനെ ഡെയിലി തീർക്കും. ഇത് തന്നെ ഡെയിലി ഇങ്ങനെ ബൂമറാങ്, മറ്റേ ലൂപ്പിൽ പെട്ട പോലെയാണ് നമ്മൾ വീട്ടമ്മമാരെ അവസ്ഥ. ഒരു മോചനവും കറങ്ങിത്തിരിഞ്ഞ് ചെയ്ത പണികൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കൽ. സംഭവം സിനിമയില്ലേ, അതുപോലെ തന്നെ. പോയാലും എത്തിയാലും തിരിച്ചു വരുന്ന സ്ഥലം സെയിം തന്നെ. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ കുറച്ച് വിരിച്ചിടാനുണ്ടായിരുന്നു. അതൊക്കെ വിരിച്ചിട്ടു. പിന്നെ മോൾക്ക് മൈലാഞ്ചി ഇട്ടെടുക്കണമെന്ന് മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വല്ല മെഹന്തി ആർട്ടിസ്റ്റൊന്നല്ല, എനിക്കറിയുന്ന പോലെയൊക്കെ ഞാൻ ട്രൈ ചെയ്തു. പിന്നെ ഇത് കണ്ട, ഇതൊരു അച്ചാറാണ്. എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നേന്ന്. അവരെ ഷോപ്പിലേക്ക് 2 കുട്ടികൾ വിൽക്കാൻ വേണ്ടി വന്നതാണ്. വളപട്ടണത്തെ കുട്ടികളാണ്, പാവപ്പെട്ട കുട്ടികളാണ്. അവരനിയൻ്റെ മറ്റേ ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള പൈസക്കും വേണ്ടി വന്നതാണ്. പിന്നെ ഞാനിപ്പോൾ ഒരുങ്ങി പോകുന്നത് ജിയോൻ്റെ ഓഫീസിലേക്കാണ്. സിമ്മിൻ്റെ ചെറിയൊരു റേഞ്ച് ഇഷ്യൂ, അങ്ങനെ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. പിന്നെ ഈ ചുരിദാർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടോപ്പാണ് കേട്ടോ. ഞാൻ സെഞ്ചുറിയിൽ നിന്ന് വാങ്ങിയത്, ഇരിട്ടിന്ന്. കുറേ വർഷമായി ഞാൻ ഇടുന്നത്, ഏകദേശം 2 വർഷമായി. പിന്നെ എൻ്റെ സിസ്റ്റർ ഗൾഫിൽ പോകുന്നുണ്ട്, സൗദിയിലേക്ക്. അങ്ങനെ ഇളയാക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടൊക്കെ ആക്കുന്നുണ്ട്, തരിയുണ്ടയും അതുപോലെ അരിയുണ്ടൊക്കെ ആക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വെല്ലമൊക്കെ ഉരുക്കി നമ്മുടെ തേങ്ങയിലൊക്കെ ചേർത്ത്, തേങ്ങ നന്നായി വെറ്റിച്ച് നല്ല വിളയണം തേങ്ങ, അതിലേക്ക് വറുത്ത റവക്ക് ഇട്ടിട്ടൊക്കെ ആക്കുന്നതാണ്. പിന്നെ എനിക്ക് ടൈം ഉണ്ടായിട്ടില്ല അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ. അങ്ങനെ അവരിതൊക്കെ ആക്കി. ഇത് അരിയുണ്ടയാണ്, തരിയുണ്ട വേറെയാണ്. അരിയുണ്ട ആക്കുന്ന പ്രൊസീജിയറൊന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല, ഞാൻ ബിസിയായിരുന്നു. അപ്പോൾ ഇളയാക്കി ഇതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ അവൾ കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കിയത്. ഭാര്യയുടെ സ്നേഹം. ഇത് കണ്ട, അരിയുണ്ടൊക്കെ ഉണ്ട പിടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് പിന്നെ പുറത്തു പോകാൻ സമയമായതുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞ് ഞാൻ പോയി. അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ നല്ല വിശപ്പ്, അങ്ങനെ തിന്നാനുള്ള വിശപ്പുണ്ട്. അതിൽ നോൺ വെജൊക്കെ ആക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കിച്ചണിൽ പോകുമ്പോഴത്തേക്കും ഉമ്മ ആക്കിയത് വെജിറ്റബിൾ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി എന്ന് വിചാരിച്ച് അത് പ്ലേറ്റിലേക്ക് തട്ടി കഴിക്കാനുള്ള പരിപാടിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വെജ് സാലഡൊക്കെ വെച്ച്. അങ്ങനെ ഒരു പിടിയൊക്കെ പിടിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തൊക്കെ സജഷൻ തരാണെങ്കിൽ അതും തരണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.